ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ അമ്മായിയാണേ. ഞങ്ങളുടെ പഴയ കാലത്തെ അമ്മായിയാണ്. ഏതാണ്ട് അമ്മായിക്ക് എത്ര വയസ്സായി? 75 വയസ്സായി. 75 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഈ തറവാടാണ് ഇപ്പോൾ. ഈ അമ്മായി ഇത് കാത്തു വരിച്ചു കൊണ്ടു നടക്കണം. വാ, ഒരു പഴയ കാലത്ത് ഒരു കിണറുണ്ടാവും, കാണിച്ചു തരാം. സത്യത്തിന് അന്ന് നമ്മുടെ തറവാട് ഇവിടെയല്ലായിരുന്നു അമ്മായി. തറവാട് നമ്മുടെ ഇവിടെയായിരുന്നു. അത് അന്ന് ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടോ ഈ തേങ്ങയൊക്കെ പറിച്ച് നിന്ന് രാവിലെയൊക്കെ ഓർത്ത് പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ ആ പറയുന്ന കിണർ. ഇത് അന്നത്തെ കാലത്ത് ഒരു കിണറാണ്. അന്ന് ഈ കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ച എത്ര കോലുണ്ടായിരുന്നു അമ്മ ഇതിൻ്റെ താഴ്ച? അതിന് 37 കോല് താഴ്ച ഉണ്ടായിരുന്നേ. ഈ നാട്ടിലുള്ള മിക്ക ആളുകളും അല്ലേ, ഒരു എത്ര വീട്ടുകാരുണ്ടായിരുന്നു ഇവിടെ അന്ന്? ഇവിടെ വെള്ളമറ്റംകാർ, മുതിരക്കാലക്കാർ, ഈ താഴെ പതിയൻ്റെ ഇവരൊക്കെ ഇവിടെ നിന്നല്ല വെള്ളം. ഈ ഒരൊറ്റ കിണറിലെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് ഇവിടെ. ഇതേപോലെ ഈ കിണർ താഴ്ത്തണമെങ്കിൽ ഇത്രയും താഴ്ച വേണ്ടിയിരുന്നു എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഈ കിണർ താഴ്ത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അന്നത്തെ കാലത്ത് കുട്ടിരുന്ന് വരെ അതിൻ്റെ ഉള്ളിൽ ഇറക്കിയതാണ്. ഈ കിണർ ശരിക്കും പണിത് അമ്മായി ആണോ അല്ലെങ്കിൽ പിന്നെ ഇവനുണ്ടായ കൊല്ലാണ് ഈ കിണറിൻ്റെ. ഇത് പിന്നെ വല്യാപ്പനുള്ളപ്പോഴാണോ ഇത്? അതായത് അമ്മായിയുടെ ഒക്കെ അപ്പനുള്ള സമയത്താണ് ഈ കിണർ പണിയുന്നത്. വല്യാപ്പനുള്ളപ്പോൾ പണിതാണ്. അതിന് ഇതിൻ്റെ ഉള്ളിൽ കമ്പിയൊന്നും ഇല്ല, വെറും ഇല്ലീൻ്റെ വാരി മുറ്റത്ത് ഈ കളം നിറവുള്ള ഇവിടെ കളം, ഇവിടെ ഇല്ലിയുടെ വാരി വളർത്തി കെട്ടിയാണ് കമ്പിക്ക് പകരം, എന്നിട്ട് നൂൽക്കമ്പി ഇട്ട് കെട്ടും. എന്നിട്ട് ഇപ്പോഴല്ലേ ഈ കമ്പി ഇട്ട് കെട്ടണേ. ഇത് എൻ്റെ ഉള്ളു മുഴുവൻ ഇല്ലിയാണ്. ഇപ്പോഴും ഈ സാധനം പോയിട്ടുണ്ടാവില്ല. കാരണം പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഇത് വീഴും. അത് കമ്പിയാണെങ്കിലും ഒരു സ്ക്രാച്ച് വീണേനെ. ഒന്നുമില്ല. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം ഇല്ലാണ്ടായിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഇപ്പോൾ വെള്ളം ഈ കഴിഞ്ഞ വരെ വെള്ളം ഇത്ര നാളും വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ആയിട്ട് നോക്കലൊന്നുമില്ല. ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ പഴയ കാലത്തെ ഒരു കിണറാണ്. ഏതാണ്ട് ഒരു 70-75 വർഷം. ആദ്യത്തെ കിണറാണ് ഈ കല്ലുമുക്കിലെ കല്ലുമുക്കിലെ ആദ്യത്തെ കിണറാട്ടോ സംഭവം. അപ്പം ശരിക്കും അമ്മായിയുടെ പിന്നെ ചാച്ചൻ്റെ അപ്പനാണ് ഇത് പണിതത്. അമ്മായി വന്നു, അതിനുശേഷം എന്താ അടുത്ത ആൾ വന്നു, ഒരു പുതിയ തലമുറയും വന്നു. അപ്പോൾ ഈ കിണർ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഇതിൻ്റെ സംഭവം. അതെ നമ്മുടെ ആൾ വരുന്നുണ്ട്, ഷെറിപ്പാപ്പം വരുന്നുണ്ട്. മൂപ്പരാണ് ഇവിടുത്തെ ഈ തറവാട്ടിൽ ഇപ്പോഴത്തെ കാരണവർ. അല്ല മാഷേ, ഈ കിണർ ഇത് നിലനിർത്താൻ കാരണം എന്താ? ഇത് നിർത്താൻ കാരണം പണ്ടുപോലെ കാരണവന്മാരായിട്ട് കുഴിച്ചൊരു കിണറാണ്. എത്ര വർഷം ഉണ്ടാവും ഇതിന് പഴക്കം? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 75 വർഷം പഴക്കമുണ്ട്. ഒരു വന്ന കാലത്ത് വന്ന കാലത്തല്ല, നീ എന്നെ പെറ്റി കിടക്കും. പറഞ്ഞോ പെറ്റി കിടക്കുന്ന കാലത്ത്. ആ കാലത്ത് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതിനകത്ത് സിമെൻറ്റ് കമ്പി കാര്യങ്ങളൊന്നും അല്ല ചെയ്തേക്കുന്നത്. ഒരു മുള വാരി ചെത്തിയെടുത്ത് മെടഞ്ഞ് വാർത്ത് കയറിയാണ്. അപ്പോൾ ഇത് ശരിക്കും ഇത് മൂടാതെ കൊണ്ടു നടക്കേണ്ട കാരണം എന്താ? ഇതിങ്ങനെ ഒരു ഇതായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടാനിപ്പോൾ മാർഗമില്ല. പിന്നെ ഇവിടെ മുന്നോട്ട് വെള്ളം ഉണ്ടായിരുന്നു, കുഴക്കാലം വെള്ളം ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം വെള്ളമുണ്ട്. അത് തന്നെയല്ല, എന്തായാലും നമ്മളിത് നിലനിർത്താൻ തന്നെ തീരുമാനിച്ചു. നമ്മുടെ കാരണവന്മാരായിട്ട് ഓർമ്മ അതിപ്പോൾ മമ്മിയാണല്ലോ. മമ്മിയുടെ അപ്പൻ ആയിട്ട് പണിത ഒരു കിണറാണ്. ഇവിടെ അപ്പച്ചിയുടെ അപ്പൻ. അപ്പച്ചിയുടെ അപ്പനായിട്ട് പണിത അതാണ്. ഓക്കെ. അപ്പം ഇത് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ഇത് ശരിക്കും മഴ പെയ്ത് ഇങ്ങനെ വെള്ളം ആവുമോ ഇതിനകത്ത്? വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴത് പറ്റിയത്. ഈ കിണറൊക്കെ കാണുമ്പോൾ നമ്മളെ ആ പഴയ ഒരു നൊസ്റ്റാൾജിയ ഒക്കെ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നിട്ടേ ഇവിടെ നമ്മൾ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരികയും വെള്ളം കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന നമ്മളിങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ട്. എന്നാലും ഈ കിണറിങ്ങനെ നിർത്തുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകം ഒരു അഭിനന്ദനമുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് കല്ലുമുക്കിലാണ്. ഇത് പഴയ കാലത്ത് ഒരു 75 വർഷം പഴക്കമുള്ള കിണറാണ്. ഈ കിണർ പിന്നെ ഈ കമ്പിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് ഇല്ലിമുളയാണ്. അന്നത്തെ കാലത്ത് ആ ഒരു പക്കം നോക്കിയാൽ വെട്ടാൻ തോന്നുന്നു അല്ലേ? നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാവും പക്കമൊക്കെ നോക്കി വെട്ടിയിട്ടുള്ള ഇല്ലിയാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. അപ്പം ഇതുവരെ ഒരു തുരുമ്പ് വരെ അങ്ങനത്തെ ഒരു വിഷയവും വരുന്നില്ല അതിനകത്ത്. അതാണ് ഇതിനകത്ത് ഏറ്റവും 75 വർഷത്തെ പഴക്കം എന്ന് പറയുന്നത് നിസ്സാര കേസല്ല. കമ്പി കൊണ്ടിനകത്ത് ചവിട്ടുപടി ഇല്ലേ, അതെല്ലാം കുടക്കമ്പിയാണ്. കുടയുടെ കമ്പി. അന്നത്തെ കാലത്ത് കുടക്കമ്പി. ചവിട്ടുപടി നോക്കി.
എന്താ ഈ ചവിട്ടുപടിയിലേക്ക് അങ്ങനെ കിടക്കും, ഇവിടെ ഒരു കയറിട്ട് അങ്ങനെ കറണ്ട് വരുമായിരിക്കും അല്ലേ? ഓ പിന്നെ അതാ ഇത് കുടേൻ്റെ കമ്പി ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, കുടക്കമ്പിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇല്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇതാണ് പുതിയ തലമുറ. ഇത് രണ്ടുപേരും ഇവരിത് നിലനിർത്തുകയാണ്. ഇവർക്ക് ഒരു പ്രത്യേക ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം ഇത് നിൽക്കട്ടെ, കാണുന്ന ആൾക്കാർ 75 വർഷം പഴക്കമുള്ള ഒരു കിണർ അതെല്ലാവരും കാണട്ടെ. അത് പ്രത്യേകിച്ചും കമ്പി ഇടാതെ വാർത്ത കിണറാണ്, ഇല്ലിമുളയിട്ട് വാർത്ത കിണറാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങളിത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. ജനങ്ങളിതെല്ലാം കാണട്ടെ. പിന്നെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് സംവിധാനം. അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ കാണിച്ചു തന്നില്ലേ ഒരു പഴയ കിണർ, ഒരു ഇല്ലിമുളയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിണറാണ്. അപ്പോൾ ഈ കിണറൊക്കെ വേണമെങ്കിൽ ഒന്ന് വന്ന് കാണുക. ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അന്നത്തെ ഒരു പണീൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇനി ഇതേപോലത്തെ പഴയ വീഡിയോകളും പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.